ഡ്രഗ്സ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പ്രചാരമാണ്. ഇപ്പോൾ പലയിടത്തും നമ്മൾ അറിയാത്തിടത്ത് പോലും ഒരുപാട് ഡ്രഗ്സ് എല്ലാ സ്കൂളുകളിലും എത്തിക്കത്തക്ക രീതിയിൽ അജണ്ടയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒത്തിരി മാഫിയാസൊക്കെ ഉണ്ട്. ഈ ഡ്രഗ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ കാണുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കാണാതെ പോകുമ്പോഴോ, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പഠിക്കാതാകുമ്പോഴോ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പെട്ടെന്ന് സഡൻ ചേഞ്ചൊക്കെ ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഇവരെ ലക്ഷ്യമിടുന്നത്, വളരെ ബുദ്ധിമാന്മാരായ കുട്ടികൾ. അപ്പോൾ ഇത് നമ്മൾ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതും കൂടെ ഞാനൊന്ന് പറയാം. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ഹോർമോൺസുകൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയുണ്ട്. ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ, ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസുകൾ. ഇതൊരു നിശ്ചിതമായ ലെവലിൽ നമ്മൾ ചെന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു അംഗീകാരം കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു റിവാർഡ് കിട്ടുമ്പോഴോ, ചെറിയ റിവാർഡുകൾ കിട്ടുമ്പോഴോ, പരീക്ഷയ്ക്ക് ഒരു വിജയം കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണാൻ പോയി, അത് അങ്ങനെ പല രീതിയിലും ഈ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ അത് വ്യായാമത്തിൽ കൂടെ കിട്ടുന്ന, ഞാനൊരു ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ അതിനകത്ത് മനസ്സിലാക്കാം. കോവിഡ് ടൈമിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ അതിനകത്ത് ഡ്രഗ്സുകൾ വർക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ഹോർമോണുകളെ അതിൻ്റെ 10 മടങ്ങാക്കുന്ന ഡ്രഗ് സൈക്കിൾ വരിക്കുന്ന പല മരുന്നുകളും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ 1 മടങ്ങാക്കും, ചിലത് 2 മടങ്ങാക്കും, ചിലത് 100 മടങ്ങാക്കും. ഇങ്ങനെ പല രീതിയിലുള്ള നമ്മുടെ ഡ്രഗ്സുകൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണുകളെ സ്വാധീനിക്കുന്നു. അപ്പോൾ അത് അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ഒരു അനുഭൂതിയിലേക്ക്, ലോകത്തേക്കൊക്കെ പോകുന്നു. അത് നമ്മൾ മെഡിസിനോ ലോയോ ഒക്കെ പഠിക്കും. ചില കോളേജുകളിലൊക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ അനുഭൂതികൾ, ഓരോ ഡ്രഗ്സ് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ അനുഭൂതികളെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിശദമാക്കി തരും. ഡോക്ടേഴ്സിനാണല്ലോ MBBS ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊരു അനുഭൂതിയുടെ ലോകത്തേക്ക് പോകും. അത് ഉടൻ തന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോൾ അടിക്കുന്ന ആൾക്ക് പോലും ഈ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഹാപ്പി ഹോർമോൺസുകൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ചെറിയ ലെവലിലായതുകൊണ്ട് 1% കൂട്ടുന്നതാണ് ആൽക്കഹോളുകൾ. പക്ഷേ നല്ല കൂടിയ മാരകമായ MDMA അല്ലെങ്കിൽ LSD ഒക്കെ പോലുള്ള ഡ്രഗ്സുകളാണെങ്കിൽ ഇതൊരു 100 ഇരട്ടിയൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള ഈ ഹാപ്പി ഹോർമോൺസുകളെ ഒരു 100 ഇരട്ടി വരെ ലെവലിലേക്ക് വർദ്ധിപ്പിക്കും. ഇതിനിവിടെ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 100 ഇരട്ടി ഹാപ്പിനെസ് അനുഭവിച്ച ഒരാൾക്ക് പിന്നെ നോർമൽ സന്തോഷങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കത്തില്ല. അവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിച്ചാലോ, അല്ലെങ്കിൽ അവന് ചെറിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയാലോ ഒന്നും അവന് സന്തോഷിക്കില്ല. അവൻ 100 ഇരട്ടി സന്തോഷം ഈ ഡ്രഗ്സിലൂടെ കുറച്ച് സമയത്തേക്ക് അനുഭവിച്ചാൽ അവൻ ഉടനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവന് വീണ്ടും ആ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് സാധനങ്ങൾ മൂട്ടുകയും ഇങ്ങനെയുള്ള ഗ്യാങ്ങുകളിൽ പെടുകയും ഇതിനുവേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള പല നെറ്റ്വർക്ക് ഗ്രൂപ്പുകളോ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിലൊന്നാണ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ആംസ് ആൻഡ് ആംബുലൻസ്, അതുപോലെ തന്നെ ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ. ഇത് 3 ഇൻഡസ്ട്രിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഡ്രഗ്സിൻ്റെ മാഫിയ വലിയൊരു മാഫിയയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് ഇവർക്ക് പല കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഠനങ്ങൾ പോലുമുണ്ട്. ഇത്തരം ഡ്രഗ്സ് അടിക്കുന്നത് 40 വയസ്സിനകത്തേക്ക് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ പഠനവിധേയമാക്കിയിട്ടുണ്ട്.